ഹായ് സുഹൃത്തുക്കളെ, AR ഓട്ടോമൊബൈൽസിൽ നിന്നും ARC അതാണ്. ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ് കേട്ടോ. എൻ്റെ ഒരു കസ്റ്റമർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് കുറേ തെറിയൊക്കെ പറഞ്ഞു. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ഞാനൊരു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 ക്ലാസിക് എഞ്ചിൻ പണിത് വിട്ടതാണ്. അതിനെന്തോ സൗണ്ട് എന്ന് പറഞ്ഞാണ് കസ്റ്റമർ നമ്മുടെ ഷോപ്പിലോട്ട് ഇപ്പോൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ ഒരു ബഹളം ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് എന്താ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ചെയ്യാതെ ഈ വണ്ടിക്ക് ഞാൻ 30,000 രൂപയുടെ എഞ്ചിൻ പണിഞ്ഞതാണ്. 5 വർഷത്തോളമായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല വർക്ക്ഷോപ്പിലും കാണിച്ചു. അതുകൊണ്ട് ഈ സൗണ്ട് അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടിക്ക് നല്ല സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എന്താണെന്ന് നോക്കിയത് എടാ, നീ 30,000 രൂപ മുടക്കി എഞ്ചിൻ പണതൊക്കെ കറക്റ്റാണ്. പക്ഷേ AR ഓട്ടോമൊബൈൽസ് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു വണ്ടിയുടെ എഞ്ചിൻ പണിത് വണ്ടി ഓഫി ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ AR ഓട്ടോമൊബൈൽസ് പണിത് കഴിഞ്ഞാൽ 6 മാസം വാറണ്ടി, അതായത് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിന് എന്ത് എഞ്ചിൻ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് മാത്രമല്ല, നീ ഈ 6 മാസ കാലയളവിൽ ഇപ്പം ഈ ഏകദേശം ഈ വാഹനം നമ്മൾ പണിതിട്ട് ഏതാണ്ട് 5 വർഷമാകാൻ പോകുന്നു തോന്നുന്നു. 5 വർഷമാകും. ഈ 5 വർഷ കാലയളവിൽ നീ ഇതുവരെ എൻ്റെ ഷോപ്പിൽ വിളിച്ചൊരു പരാതി പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഇല്ലടാ ചെയ്യാതെ. നീ ഇല്ലെന്നുള്ളതല്ലോ. ഇപ്പം എൻ്റെ അടുക്ക ഇപ്പം നിനക്ക് ഇത്രയും ചൂടാകാൻ പറ്റിയല്ലോ. ഫോണിൽ വിളിച്ച് എന്നോട് ഒരുപാട് ചൂടായി. ഞാൻ ചൂടായതല്ല, ഈ വണ്ടി പല വർക്ക്ഷോപ്പുകളിൽ ഞാൻ കാണിച്ചു. അവർ പറഞ്ഞ് യാതൊരു പ്രശ്നമില്ലെന്ന് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, നീ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഷോപ്പിനകത്തോട്ട് കയറ്റി നമുക്ക് എന്തായാലും ഈ കംപ്ലൈൻറ്റ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. എടാ, എന്തായാലും ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കാം. അയ്യോ എടാ, ഇത് ഭയങ്കര സൗണ്ടാണല്ലോടാ. ഇത്രയും സൗണ്ട് വെച്ചോണ്ടാണോ നീ ഇത്രയും നാൾ എൻ്റെ ഷോപ്പിലെത്താതെ ഇതും കൊണ്ട് നടന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. എടാ ബിൻഷാദെ, നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ വണ്ടി പണ്ട് എഞ്ചിൻ പണിതായിരുന്നല്ലോ. അന്ന് എഞ്ചിൻ പണിതപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മുടെ മെക്കാനിക്ക് അരുണായിരുന്നു എന്ന് തോന്നുന്നു. അരുണാണ് വർക്ക് ചെയ്ത്. അപ്പോൾ അന്ന് ഒരു ചുറ്റിക കാണാതെ പോയില്ലായിരുന്നു. ആ ചുറ്റികയുടെ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ അരുണോട് ഒരുപാട് ചൂടാവുകയൊക്കെ ചെയ്തായിരുന്നു. അത് ഈ എഞ്ചിനകത്ത് ഇരിപ്പുണ്ടോ, ഈ വണ്ടിയുടെ എഞ്ചിനകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ അന്ന് പണിത് വിട്ട വണ്ടി 5 വർഷമായി. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ചെറിയ ഒരു വിഷയമുണ്ട്. അതായടാ, അന്ന് ഞങ്ങൾ വണ്ടി പണിതപ്പോഴാണ്. അന്ന് ഞങ്ങളുടെ ഒരു മെക്കാനിക്ക് അരുണെന്ന് നിനക്കറിയാമല്ലോ. നല്ല നമ്മുടെ ഷോപ്പിലെ ഏറ്റവും ടോപ്പ് മെക്കാനിക്കായിരുന്നു. അതെ, അവനായിരുന്നു ഈ ഇതിൻ്റെ എഞ്ചിൻ പണിത്. അപ്പം അന്ന് അവനെ എഞ്ചിൻ പണിതപ്പോൾ നമ്മുടെ ഒരു ചുറ്റിക ഉണ്ടല്ലോ, നമ്മുടെ ചുറ്റിക, ആ ചുറ്റിക ഈ വണ്ടിയുടെ എഞ്ചിനകത്ത് വെച്ച് മറന്നുപോയി. കുഴപ്പമില്ല. കാരണം എന്താ, ഈ ഒരു വണ്ടിയുടെ കാലാവധി 15 വർഷമാണ്. ഈ 15 വർഷം ഈ ചുറ്റിക ഇതിനകത്തിരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കും. ഞാൻ ഈ ചുറ്റിയും വെച്ചാണ് 5 വർഷം ഓടിച്ച വണ്ടി. എടാ, അത് വിഷയമില്ല. ഞാൻ പറഞ്ഞേക്ക്, ഇത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഒരു ഐറ്റമാണ്. അത് കുഴപ്പമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ ഇത് ഫോറൻസിക് ലാബിലൊക്കെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ചുറ്റികയാണ് അതിനകത്തിരിക്കുന്നത്. അതൊരു 15 വർഷം ഇതിനകത്തിരുന്നാലും ഒരു കുഴപ്പമില്ലെന്നാ. എൻ്റെ സിയാതെ എന്തുവാ സിയാതെ ഇത്? എടാ, അത്